Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് ട്രേറ്റ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. ഒരു നല്ല പ്രൊഫഷണലിന് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു ജലദോഷത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ക്ലാസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സലൻസ് ആണ്. എന്താണ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല പ്രൊഫഷണൽ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മാക്സിമത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിലായിരിക്കും അവർ ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ് എക്സലൻസ് എന്ന് പറയുന്നത്. ആ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ഓൾ ആക്ടിവിറ്റീസ്, എന്ത് ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നൊരു പ്രത്യേക ഗുണം ആർക്കുണ്ടാവും? ഒരു പ്രൊഫഷനിലുണ്ടാവും. അതാണ് ഒരു ക്വാളിറ്റി എക്സലൻസ് എന്ന് പറയുന്നത്. അവരുടെ നോളജ് എപ്പോഴും അവർ ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. അവരുടെ കയ്യിൽ എന്താണോ ഒരു സ്കില്ലുള്ളത് അത് ലൈഫ് ലോങ് ലേണിങ്ങിലൂടെ അതൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷണൽ സ്കില്ല്. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊഫഷനിലും അവരുടെ വളരെ വർക്ക് ഏരിയ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് അവരത് കീപ്പ് ചെയ്യുക. അവരുടെ പേപ്പർ, ഫയലുകൾ, അങ്ങനെ ആ ഒരു പ്ലേസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊരു കാര്യവും നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും, നന്നായി പ്രസൻറ്റ് ചെയ്യുക, സഫീഷ്യൻ്റ്ലി പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. ഒരു കാര്യം വരുമ്പോൾ അപ്പം ചിന്തിക്കുന്നേക്കാൾ ഉപരി മുൻകൂട്ടി അവർക്ക് എല്ലാത്തിനും ഒരു കൃത്യമായ ധാരണകളുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തേൽ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണൽ എപ്പോഴും എന്ത് ചെയ്യുന്ന പറയുന്നത്, എല്ലാം സമയത്ത് ചെയ്തു തീർക്കുന്ന ആളായിരിക്കും. അല്ലാണ്ട് നാളെ എന്ന പോലെയല്ല, അവർ കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അവർ അതേപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ദിവസത്തെ വർക്കും ഓരോ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്ന, അതായത് ജസ്റ്റ് ഇൻ കേസ് ഹി തിങ്സ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി ലേറ്റ്, ചിലപ്പോൾ ലേറ്റ് ആവരുത് എന്ന് കരുതിയിട്ടെങ്കിലും അവരത് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ടൈം ടു അറ്റൻഡ് ഓൾ ദ ഓഫീസ് മീറ്റിംഗ്സ് ആൻഡ് ഇൻഫോമിങ് ദ ബോസ്. കറക്റ്റായിട്ട് അവർ സമയത്ത് എല്ലാ കാര്യങ്ങളും എത്തിച്ചേരും. അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരുടെ ബോസിനെ പെട്ടെന്ന് ഇൻഫോം ചെയ്യും. അങ്ങനെ ടൈമിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നല്ലൊരു പ്രൊഫഷണൽ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു പ്രൊഫഷണൽ എപ്പോഴും നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും. കാരണം അവരിലൂടെയാണ് ആ വർക്ക്, ടീമിന്റെ വർക്കൊക്കെ അവിടെ പോകുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്താ? എബിലിറ്റി ടു ടോക്ക് ആസ് വെൽ ആസ് ലിസൺ. മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു കഴിവും ഒപ്പം തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. സോഫ്റ്റ് സ്കില്ല് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സക്സസ്, ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ഒരാൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒപ്പം അവർക്ക് മറ്റുള്ള കഴിവിൻ്റെ ഒപ്പം തന്നെ വേണ്ടതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽ പറയും ബീങ് കേർട്ടിയസ് ടു ദ സബോർഡിനേറ്റ് ആസ് വെൽ ആസ് സീനിയേഴ്സ്. എല്ലാവരോടും നല്ല മര്യാദയോട് കൂടിയിട്ട് ഉള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. യൂസിങ് ദ റൈറ്റ് വേർഡ്സ് ആൻഡ് വൊക്കാബുലറി ടു കമ്മ്യൂണിക്കേറ്റ്. ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും ഏത് വാക്ക് ഉപയോഗിക്കണം, ഏത് രീതിയിൽ അവരോട് സംസാരിക്കണം, നല്ല ഓരോ ആളുകളോടും ചെയ്യേണ്ട അവരുടെ പദവിക്കും അനുസരിച്ചൊക്കെ ആയിരിക്കും. നല്ല റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അതൊക്കെ ഉള്ളൊരു ക്വാളിറ്റിയാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ പ്രൊഫഷനിലും നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വർക്ക് ചെയ്ത സമയത്ത് ഒരു ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡായി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ളൊരു ചിന്താഗതി. എത്രത്തോളം ഒരാൾ പോസിറ്റീവ് ആവുന്നോ അത്രത്തോളം അതിൻ്റെ ഔട്ട്കമ്മും അവരിലൂടെ വരുന്ന ഓരോ പ്രവൃത്തിയും പോസിറ്റീവ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രൊഫഷണൽ എംപ്ലോയി എപ്പോഴും എന്താ, ഡസ് നോട്ട് ബ്രേക്കപ്പ് അണ്ടർ പ്രഷർ ആൻഡ് മെയിൻറ്റെയിൻസ് എ കാം ബിഹേവിയർ ഔട്ട്സൈഡ്. എപ്പോഴും എന്തൊക്കെ പ്രഷർ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല, അതിന് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറ്റാതെ വളരെ കാമായിട്ട് തന്നെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്. നല്ലൊരു പ്രൊഫഷണൽ എപ്പോഴും ചെയ്തൊരു കാര്യം എന്താണ്? എപ്പോഴും അവനവൻ്റെ വർക്ക് എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ തന്നെ ലക്ഷ്യമിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ രണ്ട് കാര്യങ്ങളാണ് അതൊരു കോർപ്പറേറ്റ് വേൾഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഗോൾ അവർ സെറ്റ് ചെയ്യും. അതിലെങ്ങനെയൊക്കെ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ അവരിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും.
ആൻഡ് കറക്റ്റായിട്ടൊരു മൈൻഡ് സെറ്റ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടാവുക, അവരുടെ ഗോളുകളൊക്കെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുക, നല്ലൊരു ഹാർഡ് വർക്കും ഫോക്കസും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റ് പറയുന്നത് എത്തിക്കൽ ബിഹേവിയർ ആണ്. എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല രീതിയിൽ ഒരു ഗുഡ് പ്രൊഫഷണൽ എപ്പോഴും ട്രൈ ചെയ്യുന്നത് എന്താ, ന്യായമായത് എന്തോ ആ രീതിയിൽ തന്നെ ആയിരിക്കും അയാളുടെ വർക്ക്. അന്യായമായിട്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഒന്നും, ഓരോന്നിനും ഓരോതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടെന്നുള്ളതും, അത് ആ രീതിയിൽ തന്നെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അല്ലേ, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. അപ്പോൾ ആ എത്തിക്സ് എന്താണ്, അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഡു ഓർ ഡോൺസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അത് ആ രീതിയിൽ മാത്രമാണ് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടർ അയാളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, അതായത് സീരിയസ് ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അപ്പോൾ അവിടെ വിലപേശി നിൽക്കരുത്, ജീവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെന്ത് ത്യാഗം സഹിച്ചും അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യേണ്ട ടൈമാണ്. അത് അവരുടെ പ്രൊഫഷണൽ എത്തിക്സാണ്. ഒരു ലോയർ, ഒരു അക്കൗണ്ടന്റ്, അങ്ങനെ ഓരോ ആളുകൾക്കും അവരുടേതായ ചില കോഡ് ഓഫ് നിയമസംഹിത, കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും. ആൻഡ് അതിന്റെ റെസ്പോൺസിബിൾ അവർ ഫീൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയാം, ഒബ്സർവ് ചെയ്യുക, അതിന്റെ നോംസ് എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണ്, ഓരോ ജോലിയിൽ ഏർപ്പെടുന്നവരുടെയും ചില എത്തിക്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ കമ്പനികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റിട്ടേൺ കോഡ് ഉണ്ടായിക്കോളന്നില്ല. എംപ്ലോയി ഷുഡ് ഡിസ്പ്ലേ എത്തിക്കൽ ബിഹേവിയർ അറ്റ് ഓൾ ടൈംസ്. അതായത് ഇന്ന സമയത്ത് കാണിക്കേണ്ട സ്വഭാവമൊന്നുമല്ല, കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും പഠനം എന്നുള്ളത് അല്ലെങ്കിൽ ലേൺ ചെയ്യുക, അറിവ് നേടുക എന്നുള്ളത് ഒരിക്കലും ഒരു എൻഡിങ് പ്രോസസ്സ് അല്ല, അത് നെവർ എൻഡിങ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവും. എപ്പോഴും നമ്മളൊരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങളെ ഉൾക്കൊണ്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ആ ലേണിംഗ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അഡ്വാൻസസ് എന്തൊക്കെയാണോ നമ്മുടെ ഫീൽഡിൽ വരുന്നത് അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യുക, നമ്മളതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എക്സ്പാൻഡ് ചെയ്യുക നമ്മുടെ നോളജിന്, അല്ലെങ്കിൽ തിയററ്റിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജിനെയൊക്കെ നല്ല രീതിയിൽ വൈഡൻ ചെയ്യുക എന്നതാണ്. ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത് ലേണിംഗ് പ്രോസസ് എന്നാണ് പറയുന്നത്. 10ാമത്തെ പോയിന്റിൽ സീക്സ് അഡ്വൈസ്. ഒരു നല്ല പ്രൊഫഷനിൽ എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഉപദേശം ആവശ്യമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കൽ കാണിക്കുക. കാരണം നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ആരിൽ നിന്നും നമുക്ക് അതായത് കറക്റ്റായിട്ടൊരു കാര്യം നമുക്ക് ക്ലിയറായി പറഞ്ഞു തരും എന്ന് തോന്നുന്ന പുറത്തുനിന്നുള്ള ആരടുത്താണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അഡ്വൈസ് നമുക്ക് ചോദിക്കാം. നോട്ട് ഓൺലി സീക്ക് അഡ്വൈസ് ഫ്രം അതർ പ്രൊഫഷണൽ, മറ്റുള്ള പ്രൊഫഷണൽസിന് അഡ്വൈസ് വാങ്ങിക്കാം ഇൻ ഹിസ് ഫീൽഡ്, ബട്ട് ഓൾസോ പ്രൊഫഷണൽ ഫ്രം അതർ ഫീൽഡ്സ്. മറ്റുള്ള ഫീൽഡിൽ നിന്നുള്ള ആളുകളാവാം, മറ്റുള്ള പ്രൊഫഷണൽസിൻ്റെ ആരുടെ നമുക്ക് ആവശ്യമുള്ള പക്ഷം ഒരു അഡ്വൈസ് സീക്ക് ചെയ്യാനും മടിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ. നല്ലൊരു പ്രൊഫഷനിൽ എന്താ ചെയ്യുന്നത്, അവരുടെ പ്രൊഫഷന് വേണ്ട റിയൽ സർവീസ് എന്താണോ അവരുടെ പ്രൊഫഷൻ അതിൻ്റെ മാന്യമായ നല്ല രീതിയിലുള്ള സർവീസ്, സേവനം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പുതിയതായ ഇന്നോവേഷൻസ് അവിടെ കൊണ്ടുവരിക, പ്രൊഫഷൻ അതുവഴി ഇമ്പ്രൂവ് ചെയ്യാനും ആ സർവീസ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുക എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സ് ന്യൂ ജനറേഷൻ, നല്ലൊരു പ്രൊഫഷനിൽ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന യങ്ങർ മെമ്പേഴ്സ് അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹി വാണ്ട്സ് ടു പാസ് ഓൺ ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഹാസ് ഗെയിൻഡ് ഓവർ ദ കോഴ്സസ് ഓഫ് ഹിസ് ഓൺ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ദ പ്രൊഫഷണൽ ലൈഫ് ഫോർ അതേഴ്സ്. അവരെപ്പോഴും അവരുടെ കയ്യിലുള്ള അറിവിനെ പാസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ താഴെ വരുന്ന ആളുകൾക്ക്, ജൂനിയേഴ്സിനും യങ്സ്റ്റേഴ്സിനും ഒക്കെ. നമ്മൾ എന്ത് നേടി, നമ്മുടെ അനുഭവങ്ങൾ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, കുറച്ച് കാലങ്ങളായി നമ്മൾ ഈ പ്രൊഫഷനിൽ നിന്നപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നോളജുകൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഓഫ് അതേഴ്സ്, നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രൊഫഷണൽ എക്സ്പീരിയൻസുകൾ യങ്സ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ജനറേഷന് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് അപ്പിയറൻസ്. ഒരു പ്രൊഫഷനിൽ എപ്പോഴും കാണപ്പെടേണ്ടത് എങ്ങനെയാണ്, വളരെ നീറ്റ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ അപ്പിയറൻസ് വെൻ മീറ്റിംഗ് വിത്ത് പ്രോസ്പെക്ട്സ് ഓർ ക്ലയൻസ്. നമ്മുടെ പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ കാണാൻ പോകുന്നത് ആ ആളുകൾ നമ്മളെ കാണുന്ന സമയത്ത്
ആ പ്രൊഫഷൻ്റേതായിട്ടുള്ള ഒരു അപ്പിയറൻസോട് കൂടി അതിൻ്റെ വേഷവിധാനങ്ങളോട് കൂടി തന്നെ ആയിരിക്കണം നമ്മൾ അവരുടെ മുമ്പിൽ ഇരിക്കേണ്ടത്. എ പ്രൊഫഷണൽ ഷുഡ് ഡ്രസ് അപ്പ് ഇൻ ക്ലീൻ ക്ലോത്ത്സ് വിച്ച് ഹാവ് ബീൻ അയേൺഡ് പ്രോപ്പർലി. നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു രൂപമുണ്ട് അല്ലേ, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ലോയർ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു യൂണിഫോം, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയും. അപ്പോൾ അതേപോലെ ഓരോ പ്രൊഫഷനും എന്താണോ അവരുടെ ആ ക്ലോത്ത് എപ്പോഴും വളരെ നീറ്റാക്കി വെക്കാനോ ക്ലീൻ ചെയ്യുക, വെൽ അയേൺഡ് ആയിട്ട് പ്രോപ്പറായി ചെയ്യണം. വെയറിങ് ക്ലോത്ത്സ് ദാറ്റ് അപ്രോപ്രിയേറ്റ് ടു വർക്ക്സ് ഈസ് വെരി നെസസറി. അപ്പോൾ അതിനോട് അനുയോജ്യമായിട്ടുള്ള വേഷവിധാനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. പാൻസ്, ഫോർമൽ സ്കേർട്സ്, ക്രിസ്പ് വൈറ്റ് ഷർട്ട്സ്, ലെതർ ഷൂസ് ആൻഡ് ലെതർ ബാഗ്സ് ആർ ദ തിങ്സ് എ പ്രൊഫഷണൽ ഷുഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവരവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സിങ്ങിൽ വരേണ്ടത്. പിന്നെ പറയുന്നതാണ് ഡിമെനോർ എന്ന് പറയുന്നത്. ഡിമെനോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഷുഡ് റിഫ്ലക്ട് കോൺഫിഡൻസ്. എപ്പോഴും അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഹി മസ്റ്റ് ബി പൊളൈറ്റ് ആൻഡ് വെൽ സ്പോക്കൺ വിത്ത് ഇൻട്രാക്ടിങ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ പൊളൈറ്റായിട്ട് ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ആൻഡ് വെൽ സ്പോക്കൺ, എന്ത് കാര്യമാണോ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ നമുക്ക് സാധിക്കും. വളരെ മര്യാദ കൊടുത്തുകൊണ്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഒരു പൊളൈറ്റ്നെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സുപ്പീരിയേഴ്സിനോട് പെരുമാറുമ്പോഴും കോവർക്കേഴ്സിനോട് പെരുമാറുമ്പോഴും ഒക്കെ അത് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എന്ന് പറയുന്നത് അവരുടെ ആ ഫീൽഡിൽ എക്സ്പേർട്ടായ ആളുകളെയാണ്. ഹി നീഡ് ടു ട്രീറ്റ് ക്ലയൻറ്റ്സ് വിത്ത് ഓൾ റെസ്പെക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ക്ലയൻസിനും കൊടുക്കേണ്ട എല്ലാ മര്യാദകളും കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 14 പോയിന്റാണ് ഒരു നല്ല പ്രൊഫഷണലിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫഷണൽ ആരാണ്, അതേപോലെ അവരുടെ നേച്ചറും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ജസ്റ്റ് എന്താണ് പ്രൊഫഷണൽ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റോളം വരുന്നുണ്ട്. ഒരു ഷോർട്ട് എസ്സേക്കുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ട്രെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 പോയിന്റ് വരുന്നുണ്ട്. ഷുവറായിട്ടും ഒരു എസ്സേ ക്വസ്റ്റ്യന് ചാൻസ് ഉള്ളതും കൂടിയാണിത്. അപ്പം നല്ല രീതിയിൽ ഒരു 10 പോയിന്റെങ്കിലും ഇതിൽ നമുക്ക് ഒരു എസ്സേക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ള ഒരു 10 പോയിന്റെങ്കിലും എഴുതുമ്പോഴാണ് അത്യാവശ്യം നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊഫഷന് വേണ്ടതായിട്ടുള്ള നല്ല ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും താങ്ക് യു.